ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? മംഗൾ പാണ്ഡെ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആര്? നാനാ സാഹിബ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഭഗത് സിംഗ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? മുംബൈ. കോൺഗ്രസിലെ മിതവാദ വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട മൈക്കിൾ ഒ ഡയറിനെ കൊലപ്പെടുത്തിയത് ആര്? ഉദ്ധം സിംഗ്. രാജ്യവ്യാപകമായി ശക്തി പ്രാപിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കാൻ കാരണം? ചൗരി ചൗര സംഭവം. മലബാർ സമരം നടന്ന വർഷം? 1921. 1921 നവംബർ 10 മലബാർ സമരത്തോടനുബന്ധിച്ച് നടന്ന കുപ്രസിദ്ധ സംഭവം? വാഗൺ കൂട്ടക്കൊല. ബർദോളി ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ആരെ? സർദാർ വല്ലഭായ് പട്ടേൽ. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ ആലപിച്ച ഗാനം? രഘുപതി രാഘവ രാജാറാം. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സരോജിനി നായിഡു. മൗലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് എവിടെ? മക്ക, സൗദി അറേബ്യ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആര്? ഡോക്ടർ BR അംബേദ്കർ. ആരുടെ ആത്മകഥയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയെ. 1914 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഈ ദിനം ഇപ്പോൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? പ്രവാസി ഭാരതീയ ദിനം. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകിട്ട് 5:17 ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന മത തീവ്രവാദി ആരായിരുന്നു? നാഥുറാം ഗോഡ്സെ. ആധുനിക ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരെ? ബാബ ആംതെ.